കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് എൻ്റെ ജനം പരിജ്ഞാനമില്ലായ്കയാൽ നശിച്ചു പോകുന്നു എന്നുള്ള വാക്യത്തെ ആധാരമാക്കിയാണ്. ദൈവിക പരിജ്ഞാനം നമ്മെ കൂടുതൽ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കും. അത് നമ്മുടെ ആത്മീക ജീവിതത്തിന് കരുത്ത് പകരുമെന്നാണ് കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ചിന്തിച്ച് അവസാനിപ്പിച്ചത്. ഇന്ന് എങ്ങനെയാണ് ഒരു അഭിഷിക്തൻ തൻ്റെ ജീവിതത്തിൽ മുന്നോട്ടുള്ള ഗമനം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ കർത്താവ് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരു പാസേജിലേക്ക് കടക്കുകയാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ നിന്നാണ് ആ തിരുവെഴുത്തിൻ്റെ ശകലങ്ങളെടുത്ത് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. 2-ന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്ന: യഹോവ ഏലിയാവെ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളുവാൻ ഭാവിച്ചിരിക്കുമ്പോൾ ഏലിയാവ് എലീശായോടുകൂടെ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു. ഏലിയാവ് എലീശായോട്, നീ ഇവിടെ താമസിച്ചു കൊള്ളുക, യഹോവ എന്നെ ബേഥേലിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എലീശാവിനോട്, യഹോവയാണ്, നിൻ്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ബേഥേലിലേക്ക് പോയി. ഈ വേദഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് യഹോവ ഏലിയാവിനെ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളുവാൻ ഭാവിച്ചിരിക്കുമ്പോൾ എലീശയോട് കർത്താവിൻ്റെ ദാസൻ പറയുന്ന ഭാഗമാണ്. എന്താണ് എലീശയോട് അങ്ങനെ പ്രത്യേകം പറയാൻ കാരണം? ഏലിയാവിന് ഒത്തിരി പ്രൊഫറ്റിക് സ്കൂൾസ് ഉണ്ട്. നമുക്കറിയാം, ഏലിയാവിൻ്റെ കാലത്ത് 50ഉം 100ഉം ഒക്കെ വെച്ച് പ്രവാചക ശിഷ്യന്മാർ പാർക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഗിൽഗാലിലുണ്ട്, ബേഥേലിലുണ്ട്, എരിഹോവിലുണ്ട്, യോർദാനിലുണ്ട്. അങ്ങനെയുള്ള ഒത്തിരി നൂറുകണക്കിന് പ്രവാചക ശിഷ്യന്മാരുള്ളപ്പോൾ എന്തുകൊണ്ടാണ് ഏലിയാവ് എലീശയെ മാത്രം തെരഞ്ഞു പിടിച്ച് ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, പ്രവാചകനായിരിക്കുന്ന ഏലിയാവ് തൻ്റെ ശുശ്രൂഷയുടെ അവസാന കാലഘട്ടത്തിൽ 19-ാം അധ്യായം 1 രാജാക്കന്മാർ 19-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്കവിടെ അറിയാം, രാജാക്കന്മാരുടെ വാഴിക്കുന്നതും രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്നതുമൊക്കെ അന്ന് പ്രവാചകന്മാരാണ്. സ്തോത്രം. ഏലിയാവ് ചൂരച്ചെടിയുടെ ചുവട്ടിൽ മരിക്കാൻ ഇഷ്ടപ്പെട്ട് കിടന്ന് അവിടെ ക്ഷീണിച്ച് കിടക്കുമ്പോൾ ഇസബേലിൻ്റെ ഭീഷണിക്കത്തിൻ്റെ മുമ്പിൽ, ഇനി മതി കർത്താവേ, എനിക്കിനി ശുശ്രൂഷ വേണ്ട എന്ന് പറഞ്ഞ് ഭഗ്നാശയനായി താൻ മരിക്കുവാൻ ആഗ്രഹിച്ച് ചൂരച്ചെടി തണലിൽ കിടക്കുമ്പോൾ കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് തൻ്റെ അഭിഷിക്തൻ്റെ ശുശ്രൂഷ തീരാത്തത് കൊണ്ടും തനിക്ക് അദ്ദേഹത്തെക്കുറിച്ചുള്ള പദ്ധതികൾ പൂർത്തീകരിക്കപ്പെടാത്തത് കൊണ്ടും കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് അപ്പവും വെള്ളവും കൊടുത്ത് അദ്ദേഹത്തെ 40 ദിനരാത്രങ്ങൾ ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബോളം നടത്തി. ഹോരേബ് പർവ്വതത്തിൻ്റെ ഗുഹയ്ക്കകത്ത് ദൈവം പ്രത്യക്ഷനായി അദ്ദേഹത്തോട് പറഞ്ഞ 3 ദൂതുകളുണ്ട്. ഒന്ന്, നീ ഹസായേലിനെ അരാമിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. അത് കഴിഞ്ഞ് നീ ഇസ്രായേലിന് രാജാവായിട്ട് യേഹുവിനെ അഭിഷേകം ചെയ്യണം. അതിനുശേഷം നിനക്ക് പകരം പ്രവാചകനായി എലീശയെയും അഭിഷേകം ചെയ്യണമെന്ന് 3 അഭിഷേകത്തിൻ്റെ ശുശ്രൂഷകൾ കൂടെ കഴിഞ്ഞിട്ടേ നിൻ്റെ ശുശ്രൂഷ ഇവിടെ പൂർത്തിയാകൂ എന്ന് കർത്താവ് പറഞ്ഞു. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ദൈവം പറഞ്ഞ ഓർഡർ തെറ്റിച്ചുകൊണ്ട് പ്രവാചക ശ്രേഷ്ഠനായിരിക്കുന്ന ഏലിയാവ് തൻ്റെ പ്രയാണത്തിൻ്റെ ആദ്യത്തിൽ തന്നെ 12 ഏർ കാളകളെ പൂട്ടി ഉഴുതുകൊണ്ടിരുന്ന ഒരു കർഷകൻ്റെ പുത്രനായിരിക്കുന്ന ഷാഫാത്തിൻ്റെ മകൻ എലീശ എന്ന ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ പരിശുദ്ധാത്മ പറഞ്ഞു, ഇവനാണ് ദൈവം ആഗ്രഹിക്കുന്ന അഭിഷിക്തൻ എന്ന് പറഞ്ഞ് ആ ചെറുപ്പക്കാരൻ്റെ മേൽ അവസാനത്തെ കാളയോടുകൂടി ദൈവത്തിന് സ്തോത്രം ഉഴുതുകൊണ്ടിരിക്കുന്ന ഈ ചെറുപ്പക്കാരൻ്റെ മേൽ തൻ്റെ പുതപ്പിട്ടുകൊണ്ട് ഏലിയാവ് ഒറ്റ ഓട്ടമോടി. ദൈവത്തിന് സ്തോത്രം. ഏലിയാവ് ഓടുമ്പോൾ എലീശ ചോദിച്ചു, യജമാനനെ, ഞാൻ എൻ്റെ മാതാപിതാക്കളെ കണ്ടിട്ട് അനുവാദം ചോദിച്ച് അങ്ങയുടെ കൂടെ വരട്ടെ. അഭിഷേകത്തിൻ്റെ പുതപ്പെന്ന് പറയുന്നത് ദ മാൻഡിൽ ഓഫ് എലൈജ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, അവൻ്റെ സക്സസറാണ്, അവൻ്റെ ശുശ്രൂഷക്കാരനായി തിരഞ്ഞെടുക്കപ്പെടുക എന്നാണ് അതിൻ്റെ അർത്ഥം. അവൻ പറഞ്ഞു, ഞാൻ വരാം, പക്ഷേ ഞാനൊന്ന് വീട്ടിൽ പോയി പറയട്ടെ. അപ്പോൾ ഏലിയാവ് പറഞ്ഞൊരു വാക്കുണ്ട്, അതെന്നെ ഒത്തിരി ചലിപ്പിച്ച വാക്കാണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്തിരിക്കുന്നു എന്ന് നീ ഓർത്തുകൊള്ളുക. ഞാൻ ചോദിക്കട്ടെ, ഏലിയാവ് എന്താ ചെയ്തത്? ഏലിയാവിൻ്റെ ഒരു മുഷിഞ്ഞ പുതപ്പ്
വർഷങ്ങളോളം അദ്ദേഹം ശരീരത്തിലിട്ടിരുന്ന ഒട്ടകരോമം കൊണ്ടുള്ള ഒരു പുതപ്പാണ് ഇട്ടത്. ആ പുതപ്പിന് എത്ര വലിയ വിലയൊന്നും ഒരുപക്ഷെ നമുക്ക് തോന്നത്തില്ലെങ്കിലും അതിനകത്തൊരു അഭിഷേകമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അത് പ്രവാചകൻ്റെ പുതപ്പാണ്. പ്രവാചകൻ്റെ പുതപ്പ് ഈ ചെറുപ്പക്കാരൻ്റെ മേലിട്ടു. അവൻ വേഗത്തിൽ ചെന്ന് ആ കാളയെ അറുത്ത് ആ കലപ്പയും ആ മരക്കോപ്പുകളും എടുത്ത് കത്തിച്ച് പാകം ചെയ്ത് അവിടെ വലിയൊരു സദ്യ ഒരുക്കി ആ വീട്ടുകാരുടെ മുമ്പിൽ ഡിക്ലെയർ ചെയ്തു, ഞാൻ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകുകയാണ്. ഇന്ന് പകൽക്കാലം നിങ്ങൾ തിരിച്ചറിയണം, കർത്താവിൻ്റെ വേലയ്ക്ക് പോകുവാൻ പരസ്യമായി എല്ലാവർക്കും വലിയ വിരുന്നൊരുക്കി പോകുന്ന ഈ ചെറുപ്പക്കാരന് എത്രയോ ദർശനമുള്ളവരാണ്. സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത് ഏലിയാവിന് പറ്റിയ മിസ്റ്റേക്കാണ്. ഏലിയാവ് ആദ്യം കർത്താവ് പറഞ്ഞ ഓർഡർ അനുസരിച്ച് അരാം രാജാവായിരിക്കുന്ന ഹസായേലിനെ അഭിഷേകം ചെയ്യേണ്ടതായിരുന്നു. ദൈവത്തിന് സ്തോത്രം. യേഹുവിനെ ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്യേണ്ടിയിരുന്നു. ആ 2 അഭിഷേക ശുശ്രൂഷയ്ക്ക് ശേഷമായിരുന്നു തൻ്റെ സക്സസറായിരിക്കുന്ന എലീശയെ അഭിഷേകം ചെയ്യേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹം ആ ശുശ്രൂഷ ആദ്യം ചെയ്തതുകൊണ്ട് ആ ശുശ്രൂഷയ്ക്ക് അനന്തരം കർത്താവ് ഏലിയാവിനെ ചുഴലിക്കാറ്റിലെടുക്കുവാൻ തീരുമാനിച്ചു. ഞാൻ വിചാരിക്കുന്നത് ഈ വാക്യത്തിൻ്റെ പ്രാരംഭത്തിൽ എഴുതിക്കുന്ന യഹോവ ഏലിയാവെ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളുവാൻ ഭാവിച്ചിരിക്കുമ്പോൾ, നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ദൈവം പെട്ടെന്നെടുത്ത തീരുമാനമല്ല. ഏലിയാവിനെ എടുക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. ഞാൻ വിശ്വസിക്കുന്നത് ഏലിയാവ് ആഹാബിൻ്റെ ദൈവത്തിന് സ്തോത്രം രഥത്തിൽ കയറ്റാതെ ആ രാജ്യത്ത് 3.5 വർഷത്തെ മഴ പെയ്യാതിരുന്ന രാജ്യത്ത് മഴ പെയ്യാൻ വേണ്ടി 3.5 വർഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ജാഗരിച്ച് 6 മാസം പ്രാർത്ഥനയോടെ ഇരുന്ന ഏലിയാവിനെ മഴ പെയ്തപ്പോൾ ഏലിയാവിനെ മൈൻഡ് ചെയ്യാതെ രഥം പൂട്ടി ഓടിയ ദൈവത്തിന് സ്തോത്രം ആ ദൈവദാസൻ്റെ ദുഃഖം കണ്ടിട്ടായിരിക്കാം സ്വർഗത്തിലെ അഗ്നി അശ്വങ്ങളും അഗ്നിരഥങ്ങളും വന്ന് സ്വർഗീയ രഥത്തിൽ കർത്താവിൻ്റെ ദാസനെ കർത്താവ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. ദൈവത്തിൻ്റെ നീതി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എൻ്റെ പ്രിയരെ, ഞാൻ ഈ എപ്പിസോഡോട് അവസാനിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം, കർത്താവിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്തുകൊണ്ട് ഈ ലോകക്കാർ നിങ്ങൾക്ക് ആർക്കും ഒന്നും ചെയ്തില്ലെങ്കിലും ആരും നിരാശപ്പെടരുത്. ദൈവം കുറിച്ചു വെച്ച് തക്കവണ്ണം പ്രതിഫലം തരുന്നവരാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡോട് അവസാനിപ്പിക്കുന്നു. അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.